റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം ഉഴമലക്കലിൽ 2 കുട്ടികളടക്കം 5 സ്ത്രീകളെ പുറത്താക്കിയുള്ള ജപ്തിയിൽ റിപ്പോർട്ടർ ഇടപെടൽ ഫലം കണ്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണം അടച്ചു. നടപടികൾ പൂർത്തിയാക്കാൻ കുടുംബം മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസിലെത്തി. ടി.വി. പ്രസാദ്, ഗോപാൽ, ഷീല സനൽ എന്നിവർ ചേർന്നു. ആദ്യം ടി.വി. പ്രസാദിലേക്ക്. ടി.വി. പ്രസാദ്, ഇതിലിപ്പോൾ എന്തായാലും ഇംപാക്ട് ഉണ്ടായിരിക്കുന്നു. അവർ ആ പണം തിരിച്ചടയ്ക്കുന്നു, നടപടികളിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? അതെ, ഇതാണ് ആ സ്ഥാപനം, മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ്. ഇവിടെ നിന്നാണ് ഇവർ വായ്പയെടുത്തത്. അതിനുശേഷമാണ് ഇവരെ 5 പേരെയും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്നലെ റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇവരുടെ പണം അടച്ചു തീർത്തത്. പണം അടച്ചിട്ടുള്ള രസീതുമായിട്ടാണ് ഇവരിപ്പോൾ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാഞ്ഞാലിക്കുളം റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഈ സമയത്തോടൊക്കെ കൂടിയാണ് ഇവരുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിക്കുകയും 5 സ്ത്രീകളെ അവിടെ നിന്ന് പുറത്തിറക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തെത്തിക്കുകയും വലിയ തോതിലുള്ള ബഹുജനരോഷം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടുകയും സുരേഷ് ഗോപി ഈ പണം അടച്ചു തീർക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ആ പണമടച്ചതിൻ്റെ DD-യുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടതും ഇന്നിപ്പോൾ ആ പണം അടച്ചു തീർത്തതും. അതിൻ്റെ DD-യുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഇവരടക്കം 5 പേരെ വീടിൻ്റെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ജപ്തി നടപടികൾ ഉണ്ടായത്. വാർത്ത പുറത്തു വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വിഷയത്തിൽ മന്ത്രി ഇടപെടുകയായിരുന്നു. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ DD അവർക്ക് കൈമാറുന്ന നടപടിയാണ്. അതിനുശേഷം ആ റെസിപ്റ്റ് കൊടുത്തു തീർക്കാം എന്നാണ് ഇവർ വാഗ്ദാനം ചെയ്ത്. അതിനനുസരിച്ചാണ് ഇവരുടെ കൂടെ നമ്മളും വന്നത്. കാരണം ഇന്നലെ വൈകിട്ടായിരുന്നു നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. 5 സ്ത്രീകൾ വീട്ടിൻ്റെ പുറത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയ ബഹുജനരോഷം ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെയാണ് ഇവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുകയും പണം അടച്ചു തീർക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് അവർ പണം അടച്ചു തീർത്തത്. ഇപ്പോൾ ഉഴമലക്കൽ ബാങ്കിൽ നിന്ന് DD-യുമായി ഈ സ്ഥാപനത്തിലേക്ക്, മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഗോപാൽ കൂടി ചേരുന്നു നമുക്കൊപ്പം. ഗോപാലാണ് ഇന്നലെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ഗോപാൽ, ഇപ്പോൾ ഇന്ന് എന്തൊക്കെ നടപടികളാണ് പൂർത്തിയാക്കിയത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത്, ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പണം ഏകദേശം ഒരു ഉച്ചയ്ക്ക് 11 മണി, രാവിലെ 11 മണിയോടുകൂടി തന്നെ പണം അക്കൗണ്ടിലേക്ക് എത്തി. ആദ്യം 4,08,000 രൂപ, ക്ഷമിക്കണം, 4,01,218 എന്നതായിരുന്നു ഇവരുടെ വീടിന് മുന്നിലെ പോസ്റ്ററിൽ, അതായത് ഈ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് ഒട്ടിച്ച പോസ്റ്ററിലുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 4,01,218 അല്ല, പകരം 5,04,813 രൂപയാണ് അടയ്ക്കേണ്ടത് എന്നതാണ്. അതിൻ്റെ സാങ്കേതിക വശമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ അത്തരത്തിൽ 1,00,000 രൂപ കൂടി അധികമായി നൽകണം എന്ന് അറിയിച്ചത്. അതിൻ്റെ വ്യക്തത പൂർത്തിയാക്കിയതിന് ശേഷം ചോദിക്കാവുന്നതാണ്. തുടർന്ന് ഏകദേശം 11 മണിയോടുകൂടി പണം ഇവരുടെ അക്കൗണ്ടിലെത്തുകയും ഇവർക്ക് അക്കൗണ്ടുള്ള, അതായത് ഈ ലോണിൽ പാർട്ടിയായിട്ടുള്ള ഈ ഓമനയമ്മ അല്ലെങ്കിൽ വിനോദ്, ഈ 2 പേരിലെ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ DD-ആയി പണം അയക്കണമെന്നാണ് ഇവരോട് ബാങ്കിൽ നിന്ന്, മുത്തൂറ്റിൽ നിന്ന് അറിയിച്ചത്. തുടർന്ന് പുതുക്കുളങ്ങരയിലെ SBI ബ്രാഞ്ചിലെത്തുകയും അവിടെ നിന്ന് DD എടുക്കുകയും ചെയ്തു. ആ DD എടുത്ത തുകയുമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇനി നടപടിക്രമങ്ങളുള്ളത് ഇവരുടെ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി
മനസ്സിലാക്കി ഈ DDയുടെ സാധുത പരിശോധിച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം ഇത് പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട റെസിപ്റ്റ് നൽകുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 21 ദിവസത്തിന് ശേഷം ഏകദേശം പരമാവധി 21 ദിവസത്തിനകം മാത്രമേ ഇവരുടെ രേഖകൾ, അതായത് വീടിൻ്റെ പ്രമാണമടക്കമുള്ള രേഖകൾ മടക്കി നൽകാൻ കഴിയുകയുള്ളൂ. ഇവരുടെ പോളിസി അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ക്ലോഷർ സർട്ടിഫിക്കറ്റ് അടക്കം ആ സമയത്ത് മാത്രമേ നൽകുകയുള്ളൂ. ഇപ്പോൾ ഈ ലോൺ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ക്ലോഷർ ഫോമാണ് ഇപ്പോൾ പൂരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒപ്പിടുകയാണ് ഓമനയമ്മ. ഇതോടുകൂടി തന്നെ ബാധ്യതകൾ ഒരു സംശയം വ്യക്തത വരുത്താൻ എത്ര രൂപയാണ് ഇതിൽ അടക്കേണ്ടിയിരുന്നത്? എത്ര രൂപയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടച്ചിട്ടുള്ളത്? ഇനി എത്രയും ബാക്കിയുണ്ടെന്നാണോ പറയുന്നത്? ഇതിൽ അവർക്ക് ആദ്യം പറഞ്ഞിരുന്ന തുക, അതായത് അവരുടെ വീടിന് മുന്നിൽ ഒട്ടിച്ച ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട തുക 4,01,218 എന്നാൽ പിന്നീട് ഈ ബാങ്ക് അധികൃതരുമായി എത്ര രൂപയാണ് മൊത്തത്തിൽ അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് 5,04,813 എന്ന തുക അവർ പറഞ്ഞു. അതിൻ്റെ കാരണം അവർ വിശദീകരിച്ചത് ഇവർ ബാങ്ക് നിയമപരമായി നീങ്ങുന്നതിന് വരെയുള്ള തുകയാണ്, അതായത് 1/10/2024 വരെയുള്ള തുകയാണ്. അതിനുശേഷമുള്ള അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബാക്കി ദിവസങ്ങളിലെ പണം കൂടി ചേർത്താണ് 1 ലക്ഷം രൂപയോളം അധികം പറഞ്ഞത്. ഈ പണത്തിൽ കോടതി ചിലവടക്കം ഉൾപ്പെടുമെന്നും അതുകൊണ്ടാണ് ഈ 1 ലക്ഷം രൂപ കൂടിയത് എന്നുമാണ് ബാങ്ക് അധികൃതർ മുത്തൂറ്റിൻ്റേതായിട്ടുള്ള വിശദീകരണം. ഇതിൽ 4 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി MP നൽകിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ 1,10,000 രൂപ റിപ്പോർട്ടർ TVയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. നമുക്ക് ഇവരുടെ ബന്ധപ്പെട്ട അധികൃതരോട് തന്നെ എന്താണ് ഈ കണക്കിലെ വ്യത്യാസം എന്നത് സംബന്ധിച്ച കാര്യം ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവർക്കായിരിക്കുമല്ലോ ഇതിൽ കൂടുതലായി വിശദീകരിക്കാൻ കഴിയുക. ആ വിശദീകരണം നമുക്ക് എന്തായാലും തേടി തന്നെ പോകാം. അത് തേടാതിരിക്കാൻ കഴിയുകയില്ല. അതിൽ കൃത്യമായൊരു വ്യക്തത വരേണ്ടതായിട്ടുമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ DD 5,04,813 രൂപയുടെ ബാധ്യത പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അത് കൈമാറിയിരിക്കുന്നു. ഏകദേശം 24 മണിക്കൂർ നീണ്ട ദുരിതത്തിന് പൂർണ്ണമായും അറുതി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ കൃത്യം ഈ സമയത്ത് 2:30 മണിക്കാണ്, കൃത്യം 24 മണിക്കൂർ മുൻപാണ് ഇവരുടെ ഉഴമലക്കൽ ചക്രമാണിപുരത്തെ വീട്ടിൽ ജപ്തി നടപടികൾ നടന്നത്. ആ നേരം മുതൽ രാത്രി 10:30 മണിവരെ ഏകദേശം ഇവർ പുറത്തായിരുന്നു. 5 സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ 2 സ്കൂൾ കുട്ടികൾ അടക്കം ഉള്ള വീട്, ആ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉള്ളിലാക്കപ്പെട്ട് ഇവർ മാത്രം പുറത്തേക്ക് ഇറക്കി വിട്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി.